ഡ്രോപ്പിൻ ആ കുഴി അവിടുത്തെ ശ്രദ്ധിച്ചോളൂട്ടാ. മോനെ എൻ്റെ ഗോപ്രോ സെറ്റപ്പ് ഒന്ന് മാറ്റി, അതുകൊണ്ട് ഭയങ്കര ടൈറ്റ്, ശ്വാസം കിട്ടാത്ത പോലെ. എടാ ഇത് ഇപ്പൊ കേറിയത് നന്നായി. ഓവർ ദ പാർ അടിച്ച് തീരെ പറഞ്ഞ് നാക്കെടുത്തില്ലടാ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഉളുപ്പുണ്ണി ഓഫ് റോഡിങ്ങിന് വേണ്ടി പോവാണ്. നമ്മുടെ ബൈക്ക് ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ വാഗമണ്ണാണ് നിൽക്കുന്നത്. നമ്മുടെ ഒപ്പം ആംറ്റോയും ഉണ്ട്. ആംറ്റോ ഫുൾ സസ്പെൻഷൻ ബൈക്കും കൊണ്ട് വന്നിട്ടുണ്ട്. എങ്ങനെ വന്നു, എപ്പോൾ വന്നു, എവിടെ താമസിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നേ വ്ളോഗുകളിൽ കാണാം. ഇതാണ് അഭിഷേക് റൂം. അഭിഷേക് റൂം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു കാണാം. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. 2 പേർക്കും കൂടിയിട്ട് 800 രൂപയാണ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നത്. അതാണ് KSRTC ബസ് സ്റ്റോപ്പ് വരുന്നത്. ആ ഇന്നോവ കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് അവിടെ ബസ് ഇറങ്ങി വാഗമണ്ണ് ടൗണിൽ ഇറങ്ങി കുഴിമന്തി എന്ന് പറഞ്ഞ ഈ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഈ കാണുന്ന അഭിഷേക് റൂം എന്ന് പറഞ്ഞ റൂമിൽ താമസിച്ച് ഇന്ന് ഞാനും ആംറ്റോയും കൂടി ഉളുപ്പുണ്ണി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇനി തൊട്ട് കിടിലൻ വ്ളോഗുകളായിരിക്കും വരുന്നുണ്ടാവുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോലെ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ റൈഡ് ആരംഭിച്ചിട്ടുണ്ട്. നേരെ ഉളുപ്പുണ്ണിയിലേക്കാണ് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മഴ മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ റെഡ് അലേർട്ട് കേട്ടാ. ഇടുക്കി ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. സോ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ മഴ ഇവിടെ നിന്നൊരു 10 കിലോമീറ്ററാണുള്ളത് നമ്മൾ പോണ്ട ഉളുപ്പുണ്ണിയിലേക്ക് കേട്ടോ. അപ്പോൾ പയ്യെ റൈഡ് ചെയ്ത് നേരെ നമുക്ക് ഉളുപ്പുണ്ണി ലക്ഷ്യമാക്കി പോകാൻ സുഹൃത്തുക്കളെ. നമുക്ക് സാറ്റലൈറ്റിൽ നോക്കി നോക്കട്ടെ. 2 സൈക്കിൾ അതുപോലത്തെ കളറാ സാധനം. ഇന്നലെ വീണതാ, ഫ്രഷാ. ഓ കട വഴുകി വീണുണ്ട്. ഇതിൽ കൂടെ കയറിയിട്ട് രണ്ടാമത്തെ റൈറ്റ് ഫുള്ള് കറങ്ങാൻ പറ്റുമോ? ഉളുപ്പിന് മേലെ മല ഫുള്ള് കറങ്ങാൻ പറ്റും. ഞാൻ തൃശ്ശൂർ, അവൻ എറണാകുളം. സൈക്കിൾ പ്രാക്ടീസിങ്. ആണോ? ഇത് തന്നെയാണോ ഓഫ് റോഡ്? രണ്ടാമത്തെ റൈറ്റ് അല്ലേ? ഓ ഗീർ മാറിയില്ല. പൊട്ടിയില്ല അവിടെ. ഓക്കെ, ഉളുപ്പുണ്ണി ട്രയൽസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണ. രണ്ടാമത്തെ വഴി എന്നല്ല പറഞ്ഞേ, റൈറ്റ് എന്നല്ല പറഞ്ഞേ. ഞങ്ങൾ 2 പേരും ആദ്യമായിട്ടാട്ടോ ഡ്രോപ്പിനാ. അയ്യോ, പട്ടികളെല്ലാവരും നമ്മൾ ഉണർത്തിയുന്നുണ്ട്. കൂട്ടിലുള്ള പട്ടികളാ, കുരയ്ക്കുണ്ട്. അല്ലെങ്കിൽ അടുത്ത് വന്നേനെ. അതെ, അതുകൊണ്ട് ക്ലൈംബാ. യെസ്. ഫ്രണ്ടിലത്തെ ടയറാ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല.
ഇതെന്താ വീടല്ലേ ഇത്? താഴോട്ടാ? ഇത് തന്നെയാണോ വഴി? കണ്ട അറിയോ നിങ്ങക്ക്? ഓക്കെ. മേലോട്ട് കയറുന്ന വഴി കയറിയാ മതി. ഓക്കെ. ഞങ്ങള് തൃശ്ശൂര് പ്രാക്ടീസിന് വന്നതാ. ഗൈസ് വന്ന വഴി തെറ്റിട്ടാ. അവിടെ ലെഫ്റ്റ് ഉണ്ട്. റൈറ്റ് എടുക്കേണ്ടിരുന്നേ, അത് വിട്ടുപോയി. ഗൈസ് ലാൻഡ് മാർക്കൊക്കെ നോക്കി വെച്ചോട്ടെ. ആ വീട്ടിലേക്കൊന്നും ചെല്ലേണ്ട ആവശ്യമില്ല. വഴി തെറ്റി. ഒരു കോൺക്രീറ്റ് വഴി ഉണ്ടെന്നാ പറഞ്ഞേ. റോളായ നിന്റെ റോളായ വഴിക്ക് അവിടെ സൗണ്ട് കേട്ടോണം. കോൺക്രീറ്റ് വഴി എന്നാ പറഞ്ഞേ. മേലോട്ടാണല്ലേ? ഗൈസ് ഈ കോൺക്രീറ്റ് ഇട്ട വഴി മേലോട്ടൊക്കെ കയറി പോകണ്ട കേട്ടോ. നമ്മളതിന് വരെ നേരെ പോയേ. കോൺക്രീറ്റ് ഇട്ട വഴി തന്നെ പോയിക്കൊണ്ടിരുന്ന ആദ്യം ഞങ്ങൾ. ഇപ്പോൾ കറക്റ്റായി. ഇപ്പോൾ ജീപ്പ് പോണ വഴി പോലെ ഉണ്ട് ഗൈസ്. ഇപ്പം അവൻ കയറി പോണത് ഇത് ജീപ്പ് പോണ വഴി, സാധാരണ വണ്ടി പോണ വഴി. നല്ല കാര്യമായിട്ടാ അല്ലേ? അത് നല്ലൊരു കാര്യമായി. അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോഴായാലും സൈക്കിളിലും ബുദ്ധിമുട്ടാണ്. നമ്മൾ ബൈക്കിൽ ഓഫ് റോഡ് ചെയ്യാൻ വരുമ്പോൾ വേണമെങ്കിൽ മോട്ടോർ സൈക്കിളിലും എക്സ്പൾസിലൊക്കെ ഇല്ലേ, അതിലൊക്കെ വേണമെങ്കിൽ ഇതിൽ കയറി പോവാം. ഇത് നല്ല വഴി സൈക്കിളും ആൾക്കാർക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. എൻ്റെ മോനെ പല ആംഗിളില് ഒരു ഹെലി ഷോട്ടും എല്ലാം വെച്ച് കിട്ടുന്ന സ്ഥലമല്ലേ. നമ്മൾ എന്തോരപ്പം കയറി വന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ റൈഡ് ചെയ്യാൻ അങ്ങോട്ട്? 1 കിലോമീറ്റർ മേലെ എന്തായാലും ഉണ്ടാവില്ലേ? 1 കിലോമീറ്റർ പ്യുവർ ഡൗൺ ഹിൽ കേട്ടോ. അതാണ് പ്രശ്നം. 1 മണിക്കൂർ കയറാൻ വേണം. അതൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതിൽ നിൽക്കും. എൻ്റെ മോനെ ഇവൻ പറയായിരുന്നു നല്ലൊരു ഐഡിയ, കേബിൾ കാറ് മേലോട്ട് വയ്ക്കുക, സൈക്കിളില് അല്ല ഈ കമ്മ്യൂണിറ്റി ഈ മൗണ്ടൻ ബൈക്കിങ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും കേരളത്തിൽ? വിരലിലെണ്ണാവുന്നത് അല്ലേ? നമ്മളെ പോലെ ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രാന്തിൽ സൈക്കിൾ പാക്ക് ചെയ്യുക, കൊണ്ടുവരിക, ഇത് ചെയ്യാൻ വേണ്ടി ഇത്ര എഫേർട്ട് ഇടുക, അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ വിരലിലെണ്ണാവുന്നതേ ഉണ്ടാവുള്ളൂ. ചിലവർ വളർന്നു വരുന്നവരും ഉണ്ട്. അപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ഒരു പാർക്കിനൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ് അല്ലേ? നല്ല പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. എടാ വഴി വരുമ്പം സൂക്ഷിക്കണം കേട്ടാ. ഏതാ വഴിന്നേ? ഓ അട്ടയുണ്ട് കേട്ടോ, അട്ടയുണ്ട്. ആംറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഓരോ സൈഡിൽ അത് ഡാമായിരിക്കും കേട്ടോ. മൂലമറ്റം ഡാം സൈറ്റ് ആയിരിക്കുന്നുണ്ട്. അത് കൺഫേം അല്ല. ഇവിടെ നിന്നുള്ള വ്യൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകണം. ആ ജീപ്പിൻ്റെ അവിടേക്ക് എത്തണം നമുക്ക് കേട്ടോ. ആ ജീപ്പിൻ്റെ അവിടേക്ക് എത്തണം. എടാ ഇത് ഇപ്പൊ കേറിയത് നന്നായി. ഓവർ ദ ബാർ അടിച്ച് തീരുമാനായേനെ. ഇത് കുറച്ച് കടന്നു പോയിട്ടോ. ഓ അതെ, ക്ലീനിങ്ങും ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ചേടാ ഇതിങ്ങനെ ഒരു പണിയാവുന്നേ വിചാരിച്ചില്ല. വീൽ ബാലൻസ് പോയടാ എടുത്തോപ്പോഴേ. ഞാൻ സ്ലോ ചെയ്തു മോനെ, എനിക്കറിയായിരുന്നു. അപ്പൊ ആ വഴി സേഫാ. ഓ സ്കിഡാവുണ്ടല്ലേ.
വേണ്ട വേണ്ട വേണ്ട. Let's go guys. Hey buddy. Guys, എത്തിയിട്ട് നമ്മള് ടോപ്പ് എത്തി. ഇവിടെ ചേട്ടാ ഇനി ഒരുത്തിരിക്കില്ലല്ലോ ഉളുപ്പുണ്ണി? ഇവിടെ വരല്ലോ ഉള്ളോ? തൃശ്ശൂര് അല്ലല്ല, പാക്ക് ചെയ്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടി വന്നതാ, ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി വന്നതാ. സെറ്റ് കഴിച്ച് പൊളിച്ച് അടിപൊളി കേട്ടോ. സോ നമ്മുടെ ഫൈനൽ റണ്ണ് നമുക്ക് ഈ വഴി തന്നെ പോയാൽ പോരെ? അപ്പോൾ ലെറ്റ്സ് ഗോ. സൂക്ഷിച്ച് പോവാ. ഡ്രോപ്പിനാണ് ഗൈസ്. ഒറ്റ ഒരു ക്ലൈംബാ, വലിയ ക്ലൈംബാ വരണുള്ളൂ കേട്ടോ. പറഞ്ഞ് നാക്കെടുത്തില്ല. ഗ്രാവൽ റോഡാണ്. ആ മനസ്സിലായി. ഇനി ആ കാണുന്ന വലിയ മലയൊന്ന് കയറണം. അത് മാത്രമേ കട്ടിങ് വരുള്ളൂ. ഫൈനൽ റൺ. അവൻ പോയ വഴി തന്നെ പോവാം. റൈറ്റ് എടുത്ത് കട്ട് ചെയ്ത് പോവാട്ടോ. ലെഫ്റ്റ്. ലാസ്റ്റ് ക്ലൈംബല്ലേ, അതുകൊണ്ട് കഴിഞ്ഞാ ഏതാ? ഇല്ല, അത് ചെറുതല്ലേ, അത് ക്ലൈംബ് എന്ന് പറയാൻ പറ്റില്ല, വളരെ ചെറുതാ. ഇത് നിർത്തണ്ട കേട്ടോ, ഏതെങ്കിലും വഴി എടുത്തോ. സെറ്റ്. ഞാൻ എൻ്റെ ഗോപ്രോ സെറ്റപ്പ് ഒന്ന് മാറ്റി, അതുകൊണ്ട് ഭയങ്കര ടൈറ്റ്, ശ്വാസം കിട്ടാത്ത പോലെ. ഇതെന്താ ഹെലിപാഡോ? ആ മനസ്സിലായോ? സ്വർഗത്തിന്റെ കവാടം ഇതാണ് സുഹൃത്തുക്കളെ, സ്വർഗത്തിന്റെ കവാടം. ഏത് വഴിയായിരുന്നു നമ്മൾ കണ്ടേ? കാല് കുത്താണ്ട് രക്ഷപ്പെട്ടു. ഇനി ഫുള്ള് ഡൗൺ ഹില്ലല്ലേ? ആണോ? ഉണ്ടോ? ആഹാ, ആ ഇവിടെയാണ് കുഴിഞ്ഞു പോയതല്ലേ? സൂക്ഷിച്ച്, അപ്പുറത്ത് പൂണ്ടു പോവും. ഏത്? അതെ. ആ buddy. ഓ കുഴി അത് നല്ലൊരു സെക്ഷനായിട്ടോ. ഇപ്പൊ കഴിഞ്ഞു പോയത് കട്ട് ചെയ്ത് എടുത്ത കാരണം. ഇവിടെ കുഴിയില്ലേ? ആ മരം എത്തിയിട്ടില്ല. ഞങ്ങളൊരു മരം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മരം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മരം എത്തിയിട്ടില്ലല്ലോ. മരം എത്തി. ബ്രീത്ത് സെറ്റ് ചെയ്തിട്ട് വിടാം.
സത്യം എല്ലാ പാർക്കൊക്കെ പണിതിടായിരുന്നു ഇവിടെ. ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചെറിയൊരു ബേമ് പോലെ കിട്ടും. ഓക്കെ ബഡി ലെറ്റ്സ് ഗോ. പോവാ. ഡ്രോപ്പ് ഇൻ. ആ കുഴി അവിടുത്തെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആ വഴി നീ ആ വഴി എടുത്ത് നീ നടുവിലത്തെ വഴി എടുത്തു അല്ലേ? ഇവിടെ തെന്നുന്നുണ്ടല്ലേ? വീണ എന്തേറ്റ്? സേവ് ചെയ്തില്ലേ? ഓക്കെ അല്ലേ? Let's go guys. സെറ്റ്. ലാസ്റ്റ് തോടിയത് ഫൈനലി നമ്മുടെ സീരീസ് അവസാനിക്കാണ് കേട്ടോ. എൻ്റെ മോനെ ഇനി ഇവിടെ നല്ല വഴുക്കലുണ്ടാവും. എടാ വേണ്ടടാ വഴുക്കട. ആ കഴിഞ്ഞ പരിപാടി കേട്ടാ. പോവാ. അവൻ ടയറ് മൊട്ടയാക്കാൻ തുനിഞ്ഞിറങ്ങിയോണാ. ഇറങ്ങാ പോവാ. ആ പോയി ഫുള്ള് ഇറങ്ങി. ഉളുപ്പണിയാ? ആ യൂട്യൂബിൽ ജോയലും സെർച്ച് ചെയ്താൽ മതി. അവിടെ നിന്ന് ചാടിച്ചിറങ്ങി വരുന്നത് കാണാം. ആ ഈ തൃശ്ശൂര് ഈ കവലാനെ എന്താ പറയാ? ഉളുപ്പുണി. ഉളുപ്പുണി. ആ ഓക്കെ. ഉളുപ്പുണി ജംഗ്ഷൻ. ടോപ്പ് സ്റ്റേഷൻ. ആ അതെ. അങ്ങോട്ടല്ല എന്തോരം പോണം? അല്ലല്ല നമ്മള് ഇത് ഫുൾ സസ്പെൻഷൻ വണ്ടിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മല ഇറക്കാനുള്ള വണ്ടികളത്. റോട്ടിൽ ചവിട്ടാൻ അങ്ങോട്ട് കയറ്റി കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുഖമായിട്ട് ഓടിച്ചു തരാം. നമ്മുടെ ഹിമാലയനൊക്കെ പോലെയല്ലേ? ഹിമാലയൻ പോലെ സൈക്കിളിൽ ഉള്ള സാധനം. ആ റൈഡ് ചെയ്യുന്നവരോ പ്രാക്ടീസാ. ആ എല്ലാ ഗിയറും ഉപയോഗിക്കാം ബാക്കിലത്തെ. പോവാ വേണോ? നമുക്ക് പയ്യെ വീടാട്ടോ. ഗൈസ് ഫുള്ള് കോടയാണ് കേട്ടോ. ആ ഒരു വളവിൽ വരുന്ന വണ്ടികൾ കാണാനില്ല. സ്ക്രീനിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. നേരിട്ട് കാണുമ്പോൾ ഒന്നും കാണാനില്ല അല്ലേ? എൻ്റെ മോനെ. എന്തായാലും ഉറുമ്പിക്കര എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യില്ല നമ്മള്. ബാക്കി അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഫോൺ കോളുകൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് അല്ലേ? ഉന്നത ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് വിളിക്കാനുണ്ട്. എന്നിട്ടാണ് അടുത്ത പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുള്ളൂ. സോ ഉറുമ്പിക്കര ഉളുപ്പുണ്ണി എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആംറ്റോ ജോയൽ
സൈനിങ് ഓഫ്. അടുത്ത കിടിലം വ്ളോഗായിട്ട് കാണാം, ഓഫ് റോഡ് വ്ളോഗായിട്ട് കാണാം. ബൈ ഗൈസ്.